നമ്മൾ വീണ്ടും ക്യാൻവയിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ, ക്യാൻവ എന്നത് ഞാൻ പറഞ്ഞു, ക്യാൻവ ഒത്തിരി ബെനിഫിറ്റുകൾ, ഒത്തിരി ഫീച്ചേഴ്സുകളുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ക്യാൻവ. പക്ഷെ ഈ ഫീച്ചേഴ്സുകളുള്ള ഒരു സോഫ്റ്റ്വെയർ എന്നുള്ളതിലും ഉപരി ഇത് ഒത്തിരി ബെനിഫിറ്റുകൾ തരുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു ബെനിഫിറ്റുകൾ തരുന്ന ഒരു പ്ലാറ്റ്ഫോം. അപ്പൊ എങ്ങനെയാണ് ഈ ക്യാൻവ എന്ന പ്ലാറ്റ്ഫോം, അത് എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക്? ക്യാൻവയുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ക്യാൻവയുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്? ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, സേവ്സ് ടൈം ആൻഡ് എഫേർട്ട്. എല്ലാവരും ഡിസൈനിങ് എന്ന് പറയുന്നത്, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്, അല്ലെ? ഫോട്ടോഷോപ്പിനകത്താകട്ടെ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനകത്താകട്ടെ ഒത്തിരി സമയം ആവശ്യമുണ്ട്, ഒരുപാട് ക്ഷമ ആവശ്യമുണ്ട്, ഒരുപാട് എഫേർട്ട് ആവശ്യമുണ്ട്. നമുക്ക് നമ്മളുടെ ടൈമും നമ്മുടെ എഫേർട്ടും സേവ് ചെയ്യാൻ നിങ്ങളെ ക്യാൻവ സഹായിക്കുന്നു എന്നുള്ളതാണ് ക്യാൻവയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായിട്ടുള്ള ബെനിഫിറ്റ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? പ്രീ മെയ്ഡ് ടെംപ്ലേറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നമുക്ക് എന്താണോ, നമുക്കിപ്പോ ഒരു ഫെസ്റ്റിവൽ പോസ്റ്റ് ആണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് റിലേറ്റഡ് പോസ്റ്റ് ആണെങ്കിൽ ഓൾറെഡി അവിടെ ടെംപ്ലേറ്റുകൾ ഉണ്ട്. അവിടെ നേരെ ആ ടെംപ്ലേറ്റിനകത്തേക്ക് ആ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഫിറ്റ് ആയിട്ടുള്ള നമ്മുടെ ആവശ്യം എന്താണോ, സോഷ്യൽ മീഡിയ പോസ്റ്റർ ആണോ, ഫ്ലെയർ ആണോ, വിസിറ്റിംഗ് കാർഡ് ആണോ, എന്താണോ ആ ഒരു ആവശ്യം, അതിനനുസരിച്ച് ഒരു ടെംപ്ലേറ്റ് കൊണ്ടുവരുന്നു. ആ ടെംപ്ലേറ്റിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമ്മളുടേതായ കണ്ടന്റ് ഫിക്സ് ചെയ്യുന്നു, നമ്മളുടേതായ ലോഗോ ഇടുന്നു, നമുക്ക് വേണമെങ്കിൽ നമ്മളുടേതായ കളർ ചേഞ്ചസ് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ദെൻ ഡൗൺലോഡ് ആൻഡ് യൂസ് ഇറ്റ്. അപ്പോ സാധാരണഗതിയിൽ ഒരു ഡിസൈൻ, ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ ഒരു സാധാരണ ഡിസൈനർ 1 മണിക്കൂർ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 10ഓ 20ഓ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് ക്യാൻവയുടെ പ്രത്യേകത. ഈസി ടു യൂസ് ഇന്റർഫേസ് ആണ്, വളരെ എളുപ്പത്തിൽ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ്, വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എത്ര ലളിതമായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നു. അതേപോലെ ഒരു തരത്തിലുള്ള ഗ്രാഫിക് ഡിസൈനിന്റെ, അഡ്വാൻസ് ആയിട്ടുള്ള ഗ്രാഫിക് ഡിസൈനിന്റെ ഒരു സ്കില്ലും നമുക്ക് ആവശ്യമില്ല. ഡിസൈനിങ് പഠിക്കാത്തവർ, ഡിസൈനിങ് ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്തവർക്കും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ പോരാ, നിങ്ങൾക്ക് 1 രൂപ പോലും മുടക്കാതെ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പോസ്റ്റേഴ്സ്, വീഡിയോസ്, എനിത്തിങ്, എന്ത് തരത്തിലുള്ള മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, സ്റ്റേഷനറി റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ക്യാൻവയുടെ ഫ്രീ വേർഷനകത്ത് ഒത്തിരി വാസ്റ്റ് ആയിട്ടുള്ള അതിന്റെ ലൈബ്രറി ഉപയോഗിക്കാൻ കഴിയും, ടെംപ്ലേറ്റുകൾ ഉപയോഗിക്കാൻ കഴിയും, ഇമേജ് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എവറിത്തിങ് ഈസ് പോസിബിൾ ഫ്രീ ലോഗോ. അതായത് ഫ്രീ വേർഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ സാധ്യത ഉപയോഗിക്കാൻ കഴിയും. 1 രൂപ പോലും അങ്ങോട്ട് പേയ്മെന്റ് കൊടുക്കാതെ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ക്യാൻവയുടെ ഫ്രീ വേർഷൻ ഉപയോഗിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ടൂളാണ് ക്യാൻവ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ്സ് ഐഡിയൽ ഫോർ സ്മോൾ ബിസിനസ് ആൻഡ് എന്റർപ്രണേഴ്സ്. അതായത് ഞാൻ നേരത്തെ പറയുമല്ലേ, ചെറുകിട ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ യൂസ്. എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ എന്റർപ്രണേഴ്സ് നേരിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അത് ഇൻവെന്ററി പ്രൊക്യൂർമെന്റ് ആവട്ടെ, നമ്മുടെ പ്രൊഡക്ഷൻ ആവട്ടെ, മാർക്കറ്റിംഗ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, പോസ്റ്റ് സെയിൽസ് ആവട്ടെ, കസ്റ്റമേഴ്സിന്റെ ക്വറി ഹാൻഡ്ലിംഗ് ആവട്ടെ, അവരുടെ കംപ്ലൈന്റ് ഹാൻഡിൽ ചെയ്യാവട്ടെ, പലതും നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. കൊച്ചു ബിസിനസ്സിനകത്തും അല്ലെങ്കിൽ മൈക്രോ എന്റർപ്രണേഴ്സിനകത്തും ഇത് സാധാരണ. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനറെ ഹയർ ചെയ്യാൻ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാനോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഈ ഡിസൈനിങ് നീഡ്സ് കംപ്ലീറ്റ് ചെയ്യാനോ വേണ്ടി ഒരു ഡിസൈനിങ് ഏജൻസിയെ അല്ലെങ്കിൽ ഒരു ഡിസൈനറെ അപ്പോയിന്റ് ചെയ്യാനോ, ഒരു ഡിസൈനിങ് ഏജൻസിയുടെ സപ്പോർട്ട് വാങ്ങുകയോ മുന്നോട്ട് പോവുകയോ പലപ്പോഴും പ്രയാസമായിരിക്കും. കാരണം അതിന്റെ ഒരു കോസ്റ്റ് പലപ്പോഴും മൈക്രോ എന്റർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതല്ല. എന്നാൽ വളരെ ഹൈ ക്വാളിറ്റി ഉള്ള മാർക്കറ്റിംഗ് മെറ്റീരിയൽ ആവട്ടെ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആവട്ടെ, നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒരു ഓപ്ഷനാണ് വിത്തൗട്ട് ഹയറിംഗ് പ്രൊഫഷണൽ ഡിസൈനേഴ്സ്.
അതായത് പ്രൊഫഷണൽ ഡിസൈനേഴ്സിനെ റീപ്ലേസ് ചെയ്യുകയാണ്. ലക്ഷക്കണക്കായ പ്രൊഫഷണൽ ഡിസൈനേഴ്സിന്റെ സാധ്യതകളെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്യാൻവയുടെ ഒരു വലിയ സാധ്യത എന്നുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ബ്രാൻഡിങ് പ്രൊവൈഡ് ചെയ്യാൻ എല്ലാ ബിസിനസ്സുകളെയും നമ്മളെ സഹായിക്കും. എല്ലാ മാർക്കറ്റിംഗ് മെറ്റീരിയൽസിനകത്തും ഞാൻ പറയുന്നത്, നമ്മളിപ്പോ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒരു ഡിസൈനർ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ചു, നമ്മൾ വേറൊരു മാർക്കറ്റിംഗ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനർ അവൈലബിൾ അല്ല, നമ്മൾ മറ്റൊരു ഡിസൈനർക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി സംഭവിക്കുന്നത്, ഓരോ ഡിസൈനർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയായിരിക്കും ഉണ്ടാവുക. അവരുടെ ആ ഡിസൈനിങ്ങിനെ കുറിച്ച്, അതിന്റെ ഡിസൈനിങ് സ്റ്റൈലിനെ കുറിച്ച്, മെത്തേഡിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ അപ്രോച്ച് ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ ഇതിനകത്തൊരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ റിസ്ക് ആയി. അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായി എനിക്ക് ഇന്ന കളറ്, ഇന്ന ടോണ്, ഇന്ന തരത്തിലുള്ള ഫോണ്ട്, ആ ഫോണ്ടിനകത്ത് ഇന്ന ആനിമേഷൻ അല്ലെങ്കിൽ ഇന്ന എഫക്റ്റ് എന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ക്യാൻവ ഉപയോഗിച്ച് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ക്യാൻവയിൽ നമ്മൾ കൃത്യമായ ഒരു ബ്രാൻഡ് കിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൃത്യമായ നമ്മളെ ഡിസൈനകത്ത് ആ ബ്രാൻഡ് കിറ്റിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. നമുക്ക് ആ നമ്മുടെ ഫോണ്ട് മിസ്സാവുന്നില്ല, നമ്മുടെ കളർ മിസ്സാവുന്നില്ല. അപ്പൊ വളരെ എഫക്റ്റീവായിട്ട് സ്മോൾ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മൈക്രോ എന്റർപ്രണേഴ്സിനെ സഹായിക്കുന്ന ഒരു ടൂളാണ് ക്യാൻവ എന്ന് മനസ്സിലാക്കാം. മറ്റൊരു ക്യാൻവയുടെ അടുത്തൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു നേട്ടം എന്ന് പറയുന്നത്, നമ്മുടെ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ പ്രസൻസ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നു. നമ്മുടെ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ പ്രസൻസ് എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യാൻ സഹായിക്കുന്നത്? സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസിന്റെ വിസിബിലിറ്റി അല്ലെങ്കിൽ ബ്രാൻഡിങ്, അതിന്റെ മാർക്കറ്റിംഗിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ പ്രസൻസ് നിലനിർത്താൻ കഴിയുന്നത് നിർബന്ധമായും സോഷ്യൽ മീഡിയക്കകത്ത് നമുക്ക് നിരന്തരമായി നമ്മുടെ സാന്നിധ്യം അറിയിക്കണം. സോഷ്യൽ മീഡിയയിൽ നിരന്തരം പോസ്റ്റേഴ്സ് വരണം, അല്ലെങ്കിൽ വീഡിയോസ് വരണം. സോഷ്യൽ മീഡിയയിലൂടെ എൻഗേജ് ചെയ്യാൻ കഴിയണം. കസ്റ്റമേഴ്സിന് നല്ല വാല്യൂബിൾ ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയണം. നല്ല രൂപത്തിലുള്ള അഡ്വർടൈസ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. ഇൻഫോഗ്രാഫിക്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. നമ്മുടെ പ്രൊമോഷണൽ മെറ്റീരിയൽസ് കൊടുക്കണം. അപ്പൊ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് നമുക്ക് തന്നെ നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ദിവസത്തേക്കും ആവശ്യമുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റർ ആവട്ടെ, പ്രൊമോഷണൽ മെറ്റീരിയൽസ് ആവട്ടെ, ഫ്ലയർ ആവട്ടെ, ഇൻഫോഗ്രാഫിക്സ് ആവട്ടെ, ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെ ആകുമ്പോൾ നേരത്തെ ഒരു ഡിസൈനറെ വെച്ച് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് നമ്മൾ ഒരു ഫ്ലയർ ഡിസൈൻ ചെയ്യുക, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമാണ് നമ്മൾ ഒരു ഡിസൈനറെ കൊണ്ട് ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുക. എന്നാൽ ഇന്ന് നമുക്ക് ക്യാൻവ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഡെയിലി നിരന്തരം ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാനും ഡെലിവർ ചെയ്യാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ മാർക്കറ്റിംഗ് എൻഹാൻസ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, സോഷ്യൽ മീഡിയക്കകത്ത് ഒരു മികച്ച പ്രസൻസ് കൊണ്ടുവരാൻ വേണ്ടി ഓരോ ബിസിനസ്സിനെയും ക്യാൻവ വളരെയധികം സഹായിക്കുന്നു എന്നുള്ളത്. മറ്റൊരു ബെനിഫിറ്റ് എന്താ? ഇതിന്റെ ഇൻസ്റ്റാളേഷനോ ഒരു സോഫ്റ്റ്വെയറോ ആവശ്യമില്ല. നോ സോഫ്റ്റ്വെയർ റിക്വയർഡ് എന്നുള്ളതാണ്. ഒരു സോഫ്റ്റ്വെയറോ ആവശ്യമില്ല. നമുക്കിപ്പോ ഫോട്ടോഷോപ്പ് ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏത് ടൂൾ ആവട്ടെ, ആ സോഫ്റ്റ്വെയർ നമ്മളെ ഫോണിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിനകത്ത്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്നുണ്ട്. ഏത് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആവട്ടെ, പോസ്റ്റർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആവട്ടെ, നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ക്യാൻവയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് വെബിനകത്ത് ബ്രൗസ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. ക്രോം അല്ലെങ്കിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, മൊസില്ല ഫയർഫോക്സ്, ഏതാണോ നിങ്ങളുടെ ബ്രൗസർ, ആ ബ്രൗസറിനകത്ത് www.canva.com എന്ന് ടൈപ്പ് ചെയ്ത് ആ ബ്രൗസറിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്യാൻവയെ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ് പ്രത്യേക മൊബൈൽ ആപ്പ് ഉണ്ട്, ക്യാൻവയുടെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പൊ ബ്രൗസറിൽ യൂസ് ചെയ്യാൻ കഴിയും, മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കോംപ്ലക്സിറ്റി നമുക്ക് ഒഴിവാക്കാം. മറ്റൊരു കാര്യം എന്താ, ഇവിടെ നമുക്ക് ഏത് ഡിവൈസിലും ഇത് അവൈലബിൾ ആണ്. ഏത് ഡിവൈസിലും അവൈലബിൾ ആണ്. ഡെസ്ക്ടോപ്പിൽ അവൈലബിൾ ആണ്, ടാബ്ലറ്റിൽ ഉപയോഗിക്കാം, മൊബൈൽ ഉപയോഗിക്കാം. ഇന്ന് ഞാൻ ക്യാൻവ ഉപയോഗിക്കുന്നത് എൻ്റെ കമ്പ്യൂട്ടറിനകത്താണെങ്കിൽ നെക്സ്റ്റ് മൊമെന്റ് എനിക്ക് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വെച്ച് എനിക്ക് മൊബൈലിനകത്തത് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരു സോഫ്റ്റ്വെയറും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഏത് ഡിവൈസിനകത്തും ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്ന എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് ആൻഡ് പ്രൊഫഷണലിസം എന്നുള്ളത്. അതായത് ക്രിയേറ്റിവിറ്റിയും നമ്മുടെ പ്രൊഫഷണലിസവും എൻകറേജ് ചെയ്യും. എങ്ങനെയാണ് ഒരു എന്റർപ്രണറുടെ ഒരു
ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ പ്രൊഫഷണലിസം എൻകറേജ് ചെയ്യപ്പെടുന്നു. എൻകറേജ് ചെയ്യാൻ ഇത് സഹായിക്കും. അതായത് ഡിസൈനിങ് അറിയാത്ത, ഡിസൈനിങ് പഠിക്കാത്ത, ഡിസൈനകത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ഏറ്റവും മികച്ച രൂപത്തിൽ നല്ല വിഷ്വൽസ്, നല്ല ക്രിയേറ്റീവ് വർക്ക്സ്, നല്ല പോസ്റ്റർ, നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ ക്യാൻവാസ്. നിങ്ങൾക്ക് യാതൊരുവിധ പ്രയർ എക്സ്പീരിയൻസും ഡിസൈനിങ്ങിൽ ആവശ്യമില്ല. ഓൾറെഡി ടെംപ്ലേറ്റുകൾ അവൈലബിൾ ആണ്. എലിമെന്റ്സിനകത്ത് ഒത്തിരി സ്റ്റോക്സ്, ഫോട്ടോസ്, വീഡിയോസ് ഒക്കെ അവൈലബിൾ ആണ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഉണ്ട്, ഇറേസർ ഉണ്ട്. അങ്ങനെ വൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ച് നല്ല ഡിസൈൻസുകൾ കൊണ്ടുവരാൻ കഴിയും. ഇത് ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള എഫക്ട്സുകൾ നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാം. അതായത് ഒത്തിരി ലക്ഷക്കണക്കായ ഡിസൈനേഴ്സ് അവരുടെ ഏറ്റവും മികച്ച ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്ത് അത് സ്റ്റോക്ക് ചെയ്ത ആ സ്റ്റോക്കാണ് ക്യാൻവയുടെ ലൈബ്രറിക്കകത്ത് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പലതരത്തിലുള്ള, നേരത്തെ നമ്മൾ ഒരു ഡിസൈനറെയാണ് ആശ്രയിക്കുന്നതെങ്കിൽ ആ ഡിസൈനറുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഡിസൈനറുടെ രീതിക്കനുസരിച്ചുള്ള ഡിസൈനുകൾ മാത്രമാണ് നമുക്ക് ലഭിക്കുകയെങ്കിൽ മൾട്ടി ആയിട്ടുള്ള പലതരത്തിലുള്ള ആളുകളുടെ കാഴ്ചപ്പാടിനനുസരിച്ച്, രീതികൾക്കനുസരിച്ചുള്ള ഡിസൈനിങ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, മൾട്ടിപ്പിൾ യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു സിംഗിൾ ഡിസൈനർ അല്ലെങ്കിൽ ഒരു സിംഗിൾ യൂസർ എന്നുള്ളതിന് പകരം നമുക്ക് ഒത്തിരി കുറെ പേരുണ്ട്. നമ്മുടെ ടീമിനകത്ത് ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഒന്നിലധികം പേരുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത. അപ്പൊ മൾട്ടിപ്പിൾ യൂസേഴ്സിനെയും ടീം കൊളാബറേഷനും ഉറപ്പുവരും. ബിസിനസ്സിന്, നമ്മുടെ ബിസിനസ്സിനകത്ത് പല ആളുകൾ ഉണ്ടാവും. ആ പല ആളുകളും നമ്മളുടെ ഡിസൈനിങ്ങിനെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് മെറ്റീരിയൽസിന്റെ ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പലരും ഇടപെടേണ്ടതുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഒരുമിച്ച് ഇടപെടാനും ഇവരിലേക്ക് ഒരുമിച്ച് ഇത് ഷെയർ ചെയ്യാനും അവർക്ക് റിയൽ ടൈം ആയിട്ട് തന്നെ ഫീഡ്ബാക്ക് നൽകാൻ മാത്രമല്ല അതിനകത്ത് ചേഞ്ചസ് വരുത്താനും ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഫൈനലി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെർസറ്റൈൽ യൂസേജ് ആണ്. വെർസറ്റൈൽ യൂസേജ് എന്ന് പറയുന്നത് അനന്തമായ വലിയ പരിധികളില്ലാത്ത യൂസേജ് എന്നുള്ളതാണ്. എവിടെയും എന്തിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാർക്കറ്റിംഗ്, ബിസിനസിന്റെ മാർക്കറ്റിങ്ങിന് ഇത് യൂസ് ചെയ്യാൻ കഴിയും. ക്യാൻവ എങ്ങനെയാണ് മാർക്കറ്റിങ്ങിന്? നിങ്ങൾക്ക് ആവശ്യമായുള്ള ആഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ, ഫ്ലയർ, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് എന്തും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കും. അപ്പൊ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മാർക്കറ്റിംഗ് സൈഡിനകത്ത് ഒത്തിരി മാർക്കറ്റിംഗ് മെറ്റീരിയൽസ് വേണ്ടി വരും. ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്തായി പോസ്റ്റേഴ്സ് വേണ്ടി വരും. നമുക്ക് പ്രസന്റേഷൻ വേണമെങ്കിൽ പലപ്പോഴും നമ്മുടെ ഒരു കസ്റ്റമറുടെ മുമ്പിൽ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ പല കാര്യം, വിസിറ്റിംഗ് കാർഡ് മുതൽ ഒത്തിരി കാര്യങ്ങൾ നമുക്കൊരു ബിസിനസിന്റെ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള എവരിത്തിങ്, ഒരു ബാനർ ആവട്ടെ, ഒരു ഔട്ട്ഡോർ ബാനർ ആവട്ടെ, എന്തും ക്രിയേറ്റ് ചെയ്യാൻ അതിന്റെ ഡിസൈനിങ്ങിന് നമ്മളെ ക്യാൻവ സഹായിക്കും. എഡ്യൂക്കേഷൻ, നമുക്ക് ലെസൺ പ്ലാനുകൾ ക്രിയേറ്റ് ചെയ്യാൻ, വർക്ക്ഷീറ്റുകൾ, പ്രസന്റേഷൻ. ഇപ്പൊ നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്, നമ്മൾ ഏത് ഫീൽഡിലാവട്ടെ, നമുക്ക് നമ്മുടെ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, നമ്മുടെ ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പുമായി സംസാരിക്കാൻ അതിന് ലെസൺ പ്ലാനുകളാവട്ടെ, വർക്ക്ഷീറ്റുകളാവട്ടെ, പ്രസന്റേഷൻ ആവട്ടെ, അങ്ങനെ കൃത്യമായ കാര്യങ്ങൾ ഓർഡർ ചെയ്ത് വെക്കാൻ നമ്മളെ ക്യാൻവ സഹായിക്കുന്നു. പേഴ്സണൽ യൂസ്, നമുക്ക് പലപ്പോഴും ഇൻവിറ്റേഷൻസ് കൊടുക്കേണ്ടി വരും, ഗ്രീറ്റിംഗ്സ് കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ നമുക്കൊരു നല്ല റെസ്യൂമേ ഉണ്ടാക്കണം, ഒരു ഫെസ്റ്റിവലിൽ നമുക്കൊരു ഗ്രീറ്റിംഗ്സ് മെസ്സേജ് അയക്കണം. അതിന് നമുക്കൊരു ഡിസൈനറെ ആശ്രയിക്കാതെ നമുക്ക് അങ്ങനെ നമ്മുടെ പേഴ്സണൽ യൂസിനെ ആസ് എ ബിസിനസ് ഓണർ എന്നുള്ള എനിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ, നമ്മുടേതായ കസ്റ്റമേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിനെയോ നമ്മുടെ ഓഡിയൻസിനെയോ എഡ്യൂക്കേറ്റ് ചെയ്യാൻ മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ യൂസേജിന് നമുക്കൊരു നല്ല മൊബൈൽ നകത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചർ നമുക്ക് ആഡ് ചെയ്യണം. അതിന് നമുക്ക് നല്ലൊരു
നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. എന്തിനും നമുക്കിത് ക്യാൻവയെ പേഴ്സണൽ യൂസിന് നമുക്ക് കഴിയും. ഫ്രീലാൻസേഴ്സ്, ഒത്തിരി പോർട്ട്ഫോളിയോ ഡിസൈനേഴ്സ് പ്രപ്പോസൽ ചെയ്യുന്ന പ്രൊമോഷണൽ മെറ്റീരിയൽ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് ക്യാൻവ ഉപയോഗിച്ച് അവരുടെ പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിലൊരു ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ലൊരു പ്രൊഫൈല് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. പലപ്പോഴും ആളുകൾ നമ്മളുടെ ഒരു ഒരു ഇല്ലേ, ഇപ്പോഴത്തെ കാലത്തൊക്കെ ഒരു വർക്കിന് ഒരു നമ്മളൊരു റെസ്യൂമെ അയക്കുക എന്ന് പറഞ്ഞാൽ റെസ്യൂമെ അയച്ചത് നെക്സ്റ്റ് ഡേ, പ്രത്യേകിച്ച് ഇത്ര മേഖലകളിലാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ചോദിക്കും. അപ്പൊ നല്ല റെസ്യൂമെ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഒരു അനന്തമായ സാധ്യതകളാണ്, ബെനിഫിറ്റുകളാണ് ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻവയുടെ ബെനിഫിറ്റുകളെ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്താൽ, ഇങ്ങനെ സമ്മറൈസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ക്യാൻവ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തറിയാനുണ്ടെങ്കിലും, ക്യാൻവ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ഡൗട്ട്, ക്യാൻവ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഭവം, എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. ഓരോ കമന്റും കൃത്യമായി ഞാൻ പരിശോധിക്കുകയും അതിന് റിപ്ലൈ ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാൻവയുമായി ബന്ധപ്പെട്ട് എന്താണോ അറിയേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ ക്യാൻവയുടെ ബെനിഫിറ്റ് നമ്മൾ ഇങ്ങനെ സമ്മറൈസ് ചെയ്താൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സേവ്സ് ടൈം ആൻഡ് എഫേർട്ട് എന്നുള്ളതാണ്. രണ്ടാമത്തത് കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ബെനിഫിറ്റ്, ഇത് സ്മോൾ ബിസിനസ് ഓണേഴ്സിന്, മൈക്രോ എന്റർപ്രണേഴ്സിന് ഒത്തിരി സഹായകരമാണ്. നാലാമത്തെ ബെനിഫിറ്റ്, മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ പ്രസൻസ് എൻഹാൻസ് ചെയ്യുന്നു. അഞ്ചാമത്തെ ബെനിഫിറ്റ്, ഒരു സോഫ്റ്റ്വെയറും ഇതിന് ആവശ്യമില്ല എന്നുള്ളതാണ്. ആറാമത്തത്, ഇത് ക്രിയേറ്റിവിറ്റിയും ഇംപ്രൂവ് ചെയ്യുന്നു, എൻകറേജ് ചെയ്യുന്നു. മൾട്ടിപ്പിൾ യൂസേഴ്സിനെ, ടീം കൊളാബറേഷനെ ഒക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ബെനിഫിറ്റ്. ഫൈനലി, വേഴ്സറ്റൈൽ ആയിട്ടുള്ള പല വിധത്തിലുള്ള യൂസേജ് ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്നു.